ജീവനുള്ള പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്തുതി. ഇന്നത്തെ ഗ്ലോറിയസ് ഗോസ്പലിന്റെ നോമ്പ് ധ്യാന ചിന്തയോടനുബന്ധിച്ച് എന്നെ ഇതിലേക്ക് ക്ഷണിച്ച ഗ്ലോറിയസ് ഗോസ്പലിന്റെ എല്ലാവർക്കുമുള്ള ഒരു വാക്കുള്ള നന്ദി ആദ്യമേ ഞാൻ രേഖപ്പെടുത്തുന്നു. തുടർന്ന് ഇന്ന് ഗ്ലോറിയസ് ഗോസ്പൽ ദൂരത്തും ചാരത്തുമായിരുന്ന് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും ദൈവനാമത്തിലുള്ള സ്വാഗതവും അരുളുന്നു. നാം ഇന്ന് ചിന്തിക്കാൻ പോകുന്ന വേദഭാഗങ്ങൾ പരിശുദ്ധ സഭ നമ്മെ പ്രമേൽപ്പിച്ചിരിക്കുന്ന മൂന്നാമത്തെ ശനിയാഴ്ചയുടെ ചിന്താ ഭാഗങ്ങളാകും. ആ ചിന്താ ഭാഗങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ആർഷ ഭാരതത്തിന്റെ ഋഷി വര്യന്മാരൊക്കെയും ഉരുവിട്ടിരുന്ന ഒരു മന്ത്രമുണ്ടായിരുന്നു. ലോക സമസ്ത സുഖിനോ ഭവന്തു, ലെറ്റ് ദി എൻറ്റയർ വേൾഡ് ബി ഹാപ്പി. ലോകത്തിലുള്ള സകല മനുഷ്യരും സന്തോഷമുള്ളവരായി തീരട്ടെ. എല്ലാവർക്കും സന്തോഷം കൽപ്പിക്കുന്ന ഒരു പ്രാർത്ഥന. 2000 വർഷങ്ങൾക്ക് മുമ്പ് യഹൂദയിലെ ഗലീല നാട്ടിൽ ബേഥലഹേമിൽ കർത്താവായ യേശു മിശിഹ ഈ ഭൂമിയിൽ ജാതനായപ്പോൾ തന്റെ മനുഷ്യ അവതാര സമയത്ത് കുന്നിൻമേടുകളിലൊക്കെയും ആടുകളെ പോറ്റി അതിന് കാവൽ കിടന്നിരുന്ന ആട്ടിടയന്മാരുടെ ഇടയിൽ ദൈവദൂതന്മാർ പ്രത്യക്ഷപ്പെട്ട് അവരോട് ആദ്യമായി അറിയിച്ച സുവിശേഷവും ഇത് തന്നെയായിരുന്നു. സകല മനുഷ്യർക്കും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ ജനിച്ചിരിക്കുന്നു. ഇതാണ് ക്രിസ്തുവിന്റെ ജന്മവുമായി ബന്ധപ്പെട്ട് ദൈവത്തിന് മനുഷ്യരോട് അറിയിക്കുവാനുള്ള സദ്വാർത്ത അഥവാ സുവിശേഷം. സകല മനുഷ്യരുടെയും സന്തോഷത്തിനായിട്ട്, ആനന്ദത്തിനായിട്ട് ക്രിസ്തു ജനിച്ചിരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വേദ വായനാഭാഗങ്ങൾ ഞാനൊന്ന് ചൂണ്ടിക്കാട്ടി മുമ്പോട്ടുള്ള ചിന്തയിലേക്ക് കടക്കുകയാണ്. ഇന്ന് സഭ വിചിന്തനത്തിനായി വെച്ചിരിക്കുന്ന വേദഭാഗങ്ങൾ എന്ന് പറയുന്നത് വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം അതിന്റെ 8-ാം അധ്യായത്തിലെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ്. അതാണ് ഇന്ന് നിങ്ങളുമായി ഒരുമിച്ച് ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ കിടക്കുന്ന മറ്റ് 3-4 വേദഭാഗങ്ങൾ ഉണ്ട്. അവ കൂടി ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ. അതാണ് പുറപ്പാടിന്റെ പുസ്തകം 16-ന്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ, 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം 38 മുതൽ 44 വരെയുള്ള വചനങ്ങൾ. അതുപോലെ പുതിയ നിയമത്തിൽ നിന്ന് 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളും, പഴയ നിയമത്തിൽ നിന്ന് പുറപ്പാടിന്റെ പുസ്തകം 19-ന്റെ 6 ഇതോട് ചേർന്ന് വായിക്കുകയാണ്. ഹോശേയയുടെ പുസ്തകം 2-ന്റെ 18 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. ഇവയെല്ലാം തന്നെ ഇന്റർലിങ്ക്ഡ് ആണ്. അപ്പൊ നമ്മുടെ ചിന്തയുടെ ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഭാഗങ്ങൾ എന്തെന്ന് നമുക്ക് ഒരുമിച്ച് ചിന്തിച്ച് നമുക്ക് മുൻപോട്ട് പോകാം. ഈ 50 നോമ്പിന്റെ ദിവസങ്ങളൊക്കെയും അനുതാപത്തിന്റെ ദിവസങ്ങളാണ്. അനുതാപത്തിന്റെ ദിവസങ്ങൾ നാം ദൈവത്തോട് ചേർന്ന് പോകുന്ന ദിനങ്ങളാണ്. അതാണല്ലോ ഉപവാസം, ദൈവത്തോട് കൂടെ വസിക്കുന്ന കാലങ്ങളാണ്. ഈ കാലഘട്ടത്തിൽ ദൈവം നമുക്ക് അരുളിയ ആ സന്തോഷം, ആ സ്നേഹം, ആ ദയ, ആ കരുണ, അത് തിരിച്ചറിഞ്ഞ്
അവരിലേക്ക് കൂടുതൽ അടുക്കുവാനുള്ള അവസരങ്ങളാണ്. ഇന്നത്തെ നമ്മുടെ ചിന്ത അതിന് നിങ്ങളെല്ലാവരെയും ഇടയാക്കട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു. ഒന്നാമതായിട്ട് ചിന്തയിലേക്ക് കടക്കുന്നതിന് മുമ്പ് പഴയ നിയമത്തിലെ ഇന്നത്തെ വേദഭാഗമായ ഹോശേയ പ്രവാചകന്റെ പുസ്തകം 2:18 മുതൽ 23 വരെയുള്ള വാക്യങ്ങളാണ് ആദ്യം തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ പറയുകയാണ്, കരുണ ലഭിക്കാത്തവളോട് ഞാൻ കരുണ കാണിക്കും, എന്റെ ജനമല്ലാത്തതിനോട് നീ എന്റെ ജനമെന്ന് ഞാൻ പറയും, നീ എന്റെ ദൈവം എന്ന് അവരും പറയും. അതേപോലെ തന്നെ ഇതിന്റെ 19-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഞാൻ നിന്നെ സദാകാലത്തേക്കും വിവാഹത്തിന് നിശ്ചയിക്കും. ഇതേപോലെ തന്നെയാണ് പഴയ നിയമ പുസ്തകത്തിൽ പുറപ്പാടിന്റെ പുസ്തകം 19:6 പറയുന്നു, ഇസ്രായേൽ മക്കളോട് യഹോവയായ ദൈവം കൽപ്പിക്കുകയാണ്, നിങ്ങൾ എനിക്ക് ഒരു പുരോഹിത രാജ്യത്വവും വിശുദ്ധ ജനവുമാണ്. ഈ രണ്ട് പഴയ നിയമ വാക്യങ്ങളെയും ഉൾക്കൊള്ളിച്ച് ഇവയുടെ പൂർത്തീകരണം നടന്നു എന്നാണ് അപ്പോസ്തലനായ പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത്. ഇതിലെ 9-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. 1 പത്രോസ് 2-ാം അധ്യായം 9-ാം വാക്യം. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. മുമ്പേ ജനമല്ലാത്തവർ, ഇപ്പോഴോ ദൈവത്തിന്റെ ജനം. കരുണ ലഭിക്കാത്തവർ, ഇപ്പോഴോ കരുണ ലഭിച്ചവർ തന്നെ. നാം വായിച്ചു കേട്ട പഴയ നിയമ പുസ്തകത്തിലെ വാക്യങ്ങളുടെ ഒക്കെ നിവൃത്തീകരണം ക്രിസ്തുവിലൂടെ നടന്നു എന്നാണ് ഇവിടെ പത്രോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് എപ്പോൾ നടന്നു, എങ്ങനെ നടന്നു എന്നാണ് തുടർന്നുള്ള വേദഭാഗങ്ങൾ നാം ചിന്തിക്കുന്നത്. അതേപോലെ തന്നെ ഇന്നത്തെ ധ്യാനത്തിനായി നാം ചിന്തിക്കുന്ന മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ 7 അപ്പവും കുറച്ച് ചെറുമീനും കൊണ്ട് 4000-ഓളം പുരുഷന്മാരും എണ്ണമറ്റ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും തീറ്റി തൃപ്തരാക്കി ശേഷിച്ച 7 വട്ടികൾ നിറച്ചു എന്ന് നാം വായിക്കുന്നത്. വലിയൊരു അത്ഭുതത്തിന്റെ ചിത്രമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പഴയ നിയമത്തിൽ നമുക്ക് പുറപ്പാടിന്റെ പുസ്തകം 16-1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നാം കാണുന്നു. ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ തിരിച്ച് അവരുടെ യാത്രാമധ്യേ മരുഭൂമിയിലായിരിക്കുമ്പോൾ അവർക്ക് ഭക്ഷിപ്പാനായി ദൈവം ആകാശത്ത് 40 വർഷക്കാലം സ്വർഗീയ ആഹാരം, സ്വർഗീയ അപ്പമായ മന്ന അവർക്ക് നൽകി, കാടപ്പക്ഷി അവർക്ക് നൽകി. സ്വർഗത്തിൽ നിന്നുള്ള മന്ന, ദൂതന്മാരുടെ അപ്പം അവർ ഭക്ഷിച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതേപോലെ തന്നെ പഴയ പുസ്തകമായ 2 രാജാക്കന്മാരുടെ പുസ്തകം 4:38 മുതൽ നാം വായിക്കുമ്പോൾ അവിടെ ഏലിശിയ പ്രവാചകന്റെ കാലത്ത് തനിക്ക് ഒരാൾ 20 യവത്തപ്പവും മലരും നൽകി. അത് യഹോവയുടെ നാമത്തിൽ പ്രാർത്ഥിച്ച് തന്റെ ശിഷ്യന്മാരുടെ കയ്യിൽ 100 പേർക്ക് വിളമ്പുവാനായി ഏലിശ നൽകുന്നു. അവർക്കൊക്കെയും വിളമ്പി അവർ തിന്ന് തൃപ്തരായി. ശേഷിപ്പ് അവർ ശേഖരിച്ചു എന്ന് രേഖപ്പെടുത്തി. അപ്പൊ ഈ അത്ഭുതങ്ങളൊക്കെയും പഴയ നിയമകാലത്തും നടന്നിരുന്നു. പുതിയ നിയമത്തിൽ നാം വരുമ്പോൾ വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 8-1 മുതലുള്ള വാക്യങ്ങൾ കൊടുത്തിരിക്കുന്ന ഈ അത്ഭുതവും നമ്മുടെ ധ്യാന ചിന്തയുമായിട്ട് എന്താണ് നാം ആഗ്രഹിക്കുന്നത്?
സഭ എന്താണ് ആഗ്രഹിക്കുന്നത്, നാം എന്താണ് മനസ്സിലാക്കുന്നത്? അപ്പം വർദ്ധിപ്പിക്കുന്ന അത്ഭുതം ഒന്നിൽ കൂടുതൽ തവണ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഇതിനു മുമ്പ് നാം കാണുന്നു 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പുരുഷന്മാർ വരുന്ന, അതിൽ പരം വരുന്ന സ്ത്രീകളും കുഞ്ഞുങ്ങളുമായ ജനക്കൂട്ടത്തെ യേശു അപ്പം വാഴ്ത്തി നുറുക്കി കൊടുത്ത് അവർക്ക് നൽകി, അവർ ഭക്ഷിച്ചു. ബാക്കി വന്ന 12 കുട്ടകൾ അവർ നിറച്ചതായിട്ട് നാം വായിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ 7 അപ്പവും കുറെ ചെറുമീനുകളുമാണ് ഉണ്ടായിരുന്നത്. ശിഷ്യന്മാരുടെ അടുത്തു നിന്നാണ് ഇത് ശേഖരിച്ചത്. ഇതുകൊണ്ട് 4000-ൽ പരം പേര് ഭക്ഷ്യ തൃപ്തരായി. 7 വട്ടി ബാക്കി നിറച്ചു. ഈ കഥ നാം എല്ലാവരും പലപ്പോഴും വായിച്ചിട്ടുള്ളതാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ഈ കഥയുടെ ഒരു പിന്നാമ്പുറത്തിലേക്ക് ഞാൻ നിങ്ങളെ ചിന്തയെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. കഥ നമുക്ക് കേൾക്കുവാൻ രസമുണ്ട്, പലപ്പോഴും കേട്ടതാണ്. ചെറിയ ക്ലാസ് മുതൽ സൺഡേ സ്കൂളിലും മറ്റും നാം മനസ്സിലാക്കിയിട്ടുള്ളതാണ്. പക്ഷെ ഇതിനുള്ള പിന്നാമ്പുറം എന്തെന്ന് നമുക്ക് നോക്കാം. ഞാൻ ആദ്യം തന്നെ പറഞ്ഞുവല്ലോ, സകല മനുഷ്യർക്കുമുള്ള സന്തോഷം, അതുമായിട്ടാണ് ക്രിസ്തു ഭൂമിയിൽ ജാതനായത്. പക്ഷെങ്കിൽ ഈ സന്തോഷം സകല മനുഷ്യർക്കും ലഭിക്കുന്നതിന് മുമ്പിൽ 2 മാതൃഹൃദയങ്ങൾ പ്രവർത്തിച്ചു. പഴയ നിയമ പുസ്തകത്തിൽ ധാരാളം സ്ത്രീ രത്നങ്ങളെ പറ്റി, വിശ്വാസത്തിന്റെ ധീരത കാട്ടിയ സ്ത്രീകളെ പറ്റി, പുരുഷന്മാരെ പറ്റി പറയുന്നുണ്ട്. പക്ഷേ പുതിയ നിയമത്തിൽ ചരിത്രം എഴുതുകയാണെങ്കിൽ ധീരത വനിതകളായി പറയപ്പെടേണ്ട 2 പേരെ നമുക്ക് ചിന്തിച്ചിട്ട് മുമ്പോട്ട് കിടക്കാം. ആ 2 പേരാണ്, ഒന്ന് പരിശുദ്ധ കന്യക മറിയം, രണ്ടാമതായിട്ട് നാം നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു സുറഫൈനിക്കക്കാരി സ്ത്രീ. ഈ 2 മാതൃത്വങ്ങളുടെ പ്രവൃത്തി എന്ത് അവർ ചെയ്തു, എന്താണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടതെന്ന് ചിന്തിച്ചിട്ട് നമുക്ക് മുമ്പോട്ട് കിടക്കാം. ഒന്ന് പരിശുദ്ധ അമ്മ കർത്താവായ യേശുവിനെ ഗർഭം ധരിക്കുന്ന ആ അവസരത്തിൽ തന്നെ സ്വന്തം ജീവനെ പണയം വെച്ചുകൊണ്ടാണ്. അന്നത്തെ 2000 വർഷങ്ങൾക്ക് മുമ്പുള്ള സാഹചര്യങ്ങള്, അന്നത്തെ ആ സമൂഹത്തിന്റെ വ്യവസ്ഥയ്ക്ക് എതിരായുള്ള ഒരു പ്രവൃത്തിയായിരുന്നു അന്ന് അവിടെ നടന്നത്. അവർക്ക് അംഗീകരിക്കാൻ കഴിയാത്തത്. പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ചു, പക്ഷെ ആരെയും പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയാത്ത അവസ്ഥ. അങ്ങനെയുള്ള അവസ്ഥ, വിവാഹത്തിന് മുമ്പുള്ള ഒരു പെൺകുട്ടി ഗർഭിണിയായാൽ കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന നിയമമുള്ള രാജ്യം, ആ സമൂഹത്തിലാണ് ഇത് നടന്നത്. ആ നിന്ന സഹിക്കാൻ തയ്യാറായി ദൈവസ്നേഹം, ദൈവത്തിലുള്ള അഗാധമായ വിശ്വാസം, വിശ്വാസത്തിന്റെ പ്രവൃത്തിയുമാണ് തന്നെ പ്രേരിപ്പിച്ചത്. അതിനുശേഷം നമുക്ക് കാണുന്നു ക്രിസ്തു തന്റെ പരിശുദ്ധ ജീവിതം 30-ാമത്തെ വയസ്സിൽ ആരംഭിക്കുന്നതിനും പരിശുദ്ധ അമ്മ കൂടെ ഉണ്ടായിരുന്നു. കനായിലെ കല്യാണ വീട്ടിൽ തങ്ങളെ വിരുന്നുകാരായി ക്ഷണിച്ചപ്പോൾ അവിടെ വീഞ്ഞ് തീർന്നപ്പോൾ പരിശുദ്ധ അമ്മ ആവശ്യം വന്ന മകനോട് പറയുന്നു, മകൻ പറയുന്നു, എന്റെ സമയമായിട്ടില്ല, നമുക്കെന്ത് കാര്യം, നമ്മളെ വിവാഹത്തിന് ക്ഷണിക്കപ്പെട്ടവരാണ്, വിരുന്നുകാരാണ്, നമുക്ക് എന്ത് കാര്യം. പക്ഷെങ്കിൽ അമ്മ പൂർണ്ണ വിശ്വാസമുണ്ട് ക്രിസ്തുവിൽ. അതുകൊണ്ട് അമ്മ അവിടെ നിന്നുകൊണ്ട് വിശ്വാസത്തിന് പ്രഖ്യാപനം ചെയ്യുകയാണ്. അവിടെ നിന്ന് ബാല്യക്കാരോട് പറയുന്നു, ഇവൻ എന്ത് പറയുന്നു അതുപോലെ നിങ്ങൾ ചെയ്യുവേൻ, ഇവൻ എന്ത് കൽപ്പിക്കുന്നു അതുപോലെ ചെയ്യുവേൻ. വിശ്വാസത്തിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടുകയാണ്. കൂടിയുള്ള വിശ്വാസമാണ് അത്ഭുതമായി അവിടെ ഗുണവും മണവുമില്ലാത്ത പച്ചവെള്ളം വീഞ്ഞായി മാറും. അങ്ങനെ യേശു, യോഹന്നാന്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, യേശു തന്റെ ശിഷ്യന്മാർക്ക് തന്റെ മഹത്വം വെളിപ്പെടുത്തി തന്റെ പരസ്യ ശുശ്രൂഷയിൽ ആദ്യത്തെ അടയാളമായി ഇതിനെ എടുത്തതാണ്. ഇതിന് പിന്നിൽ ഒരു മാതൃത്വം പ്രവർത്തിച്ചിരുന്നു. സ്നേഹത്തിന്റെ മൂർത്തിഭാവവും വിശ്വാസത്തിന്റെ അഗാധയും ഉള്ള മാതൃത്വം. ഇത് യഹൂദന്മാരുടെ ഇടയിൽ ക്രിസ്തുവിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി എങ്കിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു വിജാതീയർ അന്ന് വെറുക്കപ്പെട്ട സമൂഹമായിരുന്നു. അവരുമായിട്ട് യഹൂദന്മാർക്ക് വലിയ
ബന്ധമില്ലായിരുന്നു. 74 വർഷങ്ങൾക്ക് ശേഷവും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ഇപ്പോഴും നമുക്ക് വടക്കേന്ത്യൻ രാജ്യങ്ങളിലൊക്കെ സംസ്ഥാനങ്ങളിൽ കാണുവാൻ കഴിയുന്നു. തൊട്ടുകൂടായ്മയും ജാതിഭേദവും മതവിദ്വേഷവും വളരെയധികം ഇപ്പോഴും ഉണ്ട്. അപ്പോൾ 2000 വർഷങ്ങൾക്ക് മുമ്പുള്ള യഹൂദ നാടിനെ പറ്റി നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അവിടെ യഹൂദന്മാർ തങ്ങളെ തന്നെ വലിയ ഉയർന്ന ജാതിക്കാരെന്നും മറ്റുള്ളവരെ താഴ്ന്ന ജാതിക്കാരെന്നും കണ്ടിരുന്നു. അവരുമായിട്ട് സമ്പർക്കം പുലർത്തിയിരുന്നില്ല. ആ കാലഘട്ടത്തിലാണ് യേശു തന്റെ പരസ്യ ജീവിത കാലത്ത് യഹൂദന്മാരുടെ ഇടയിൽ പരസ്യ ജീവിതം ചെയ്തു, അടയാളങ്ങളും അത്ഭുതങ്ങളും ചെയ്തു, സുവിശേഷം പ്രഘോഷിച്ചു. പക്ഷെ അവർ ഉൾക്കൊള്ളുവാൻ തയ്യാറായില്ല. പരീശന്മാരും ന്യായശാസ്ത്രികളും യേശുവിനെ പരീക്ഷിച്ചു, യേശുവിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. യേശു അപ്പോൾ ആ പ്രദേശം വിട്ടിട്ട് സീറിന്റെയും അതുപോലെ തന്നെ ഗലീലയുടെ മറ്റ് സ്ഥലങ്ങളിലേക്ക്, സീദോന്റെയും ടയറിന്റെയും പ്രദേശങ്ങളിലേക്ക് യേശു മാറിപ്പോകുന്നു. ഇത് സിറാഫോണിക്ക ദേശത്തിന് അടുത്താണ്. അവിടെ പോയി താൻ ഒറ്റയായി ഏകാന്തിയായ ഒരു ഭവനത്തിൽ കഴിഞ്ഞ് വിശ്രമിക്കാൻ ആഗ്രഹിച്ചു. ആരും കാണാതിരിക്കാൻ ആഗ്രഹിച്ചു. പക്ഷെങ്കിൽ യേശുവിന്റെ ആഗ്രഹത്തെ മറികടന്നുകൊണ്ട് മറ്റാഗ്രഹമുള്ള ഒരു മാതൃത്വം പ്രത്യക്ഷപ്പെടുന്നു. തന്റെ ചെറുമകൾ ഭൂതബാധിതയായി കഷ്ടപ്പെടുന്ന അമ്മ നിലവിളിച്ചുകൊണ്ട് അവിടെ വരികയാണ്. യേശുവിന് 12 ശിഷ്യന്മാരുണ്ട്, ബ്ലാക്ക് ക്യാറ്റ് പോലെ എപ്പോഴും കൂടെ അടക്കുന്നവർ. അവരുടെ ആ സംരക്ഷണ വലയം ഭേദിച്ചുകൊണ്ട് യേശുവിന്റെ അടുത്തേക്ക് നിലവിളിച്ചും കരഞ്ഞും കൊണ്ടുവരുന്ന ഒരു അമ്മ. ദൈവത്തിലുള്ള വിശ്വാസം, യേശുവിലുള്ള വിശ്വാസം, യേശുവിനെ സൗഖ്യമാക്കുവാൻ കഴിയുമെന്ന വിശ്വാസം, തന്റെ കുഞ്ഞിന്, തനിക്ക് വേണ്ടിയുള്ള തന്റെ കുഞ്ഞിന് വേണ്ടി ഉള്ള ആ കരുണ, ആർദ്രത, ആ സ്നേഹം, അത് എന്തിനും തയ്യാറായി അവിടെ യേശുവിന്റെ കാൽക്കൽ വന്ന് വീണ് അപേക്ഷിക്കുകയാണ്. യേശു അപ്പോഴും പറയുന്നുണ്ട്, മുന്നമേ സ്വന്തം കുഞ്ഞുങ്ങൾക്ക് തൃപ്തിയാകാതെ കൊണ്ട് കുഞ്ഞുങ്ങളുടെ അപ്പം മറ്റാർക്കും കൊടുക്കുമോ? കുഞ്ഞുങ്ങളുടെ അപ്പം ചെറു നായ്ക്കുട്ടികൾക്ക് കൊടുക്കുമോ എന്നാണ് അവിടെ ചോദിക്കുന്നത്. നായ്ക്കുട്ടി എന്നാണ് വിളിക്കുന്നത്. ഒരു കണക്കിൽ പൂർണ്ണമായി അവിടെ ആവശ്യം നിഷേധിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്ന വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ അമ്മയ്ക്ക് അത് വിഷയമല്ല. ദൃഢനിശ്ചയത്തോടുള്ള വിശ്വാസം, ആ സ്നേഹം, കുഞ്ഞിനോടുള്ള ആ സ്നേഹത്തിന് മുമ്പിൽ തന്നെ തന്നോടുള്ള ആ ക്രിസ്തുവിന്റെ പെരുമാറ്റം ഒട്ടും കൂട്ടാക്കിയില്ല. വളരെ രാഘവത്തോടെ എടുത്തുകൊണ്ട് തന്നെ ക്രിസ്തുവിനോട് മറുപടി പറയുകയാണ്. നായ്ക്കുട്ടികളും മേശക്കീഴിൽ കുഞ്ഞുങ്ങളുടെ പാത്രത്തിൽ നിന്ന് വീഴുന്ന ചെറു അപ്പ കഷ്ണങ്ങളെ ഞുറുക്കുകൾ തിന്ന് ജീവിക്കുന്നുവല്ലോ. ഇവിടെ വിശ്വാസത്തിന്റെ 2 പ്രഖ്യാപനങ്ങളാണ് ആ മാതൃത്വം കൽപ്പിച്ചിട്ടുള്ളത്. ഒന്ന്, ചെറു നായ്ക്കുട്ടികൾക്ക് ഭവനത്തിൽ കയറുവാനുള്ള അധികാരമുണ്ട്, അവകാശമുണ്ട്. ഒന്ന്. രണ്ടാമത്, കുഞ്ഞുങ്ങളുടെ പാത്രത്തിൽ നിന്ന് താഴെ വീഴുന്ന അപ്പകഷ്ണങ്ങളുടെ ഞുറുക്കുകൾ ഭക്ഷിക്കുവാനുള്ള അവകാശമുണ്ട്. 2 അവകാശങ്ങൾ ക്ലെയിം ചെയ്തുകൊണ്ട് യേശുവിനോട് വാദിക്കുന്ന ഒരു മാതൃത്വത്തെയാണ്. തനിക്ക് തന്റെ കുഞ്ഞിന്റെ സൗഖ്യമാണ് ആവശ്യം. പ്രിയരെ, ഇവിടെ നടക്കുന്ന അടയാളം എന്ന് പറയുന്നത്, ഈ അമ്മയുടെ വാക്ക് കേട്ട ഉടൻ തന്നെ യേശു പറയുകയാണ്, യേശു അവളോടെ, നീ പറഞ്ഞ വാക്കിനാൽ പോയിക്കൊള്ളുക, നിന്റെ മകൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു, ഭൂതം അവളെ വിട്ടുപോയിരിക്കുന്നു. അവിടെ ഞാൻ മനസ്സിലാക്കുവാൻ വേണ്ടി ആ വാക്യം ഒന്നുകൂടി മനസ്സിലാക്കുവാൻ വേണ്ടി ആ വാക്യത്തെ ഞാൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യാണ്. ബൈബിളിലെ പൊയ്ക്കൊള്ളുക എന്ന വാക്ക് ഞാൻ ആദ്യം എടുക്കുകയാണ്. യേശു അവളോട്, പൊയ്ക്കൊള്ളുക, നീ പറഞ്ഞ വാക്കിനാൽ നിന്റെ മകൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു, ഭൂതം അവളെ വിട്ടുപോയിരിക്കുന്നു. ഇവിടെ സൗഖ്യം ആരാണ് ചെയ്തത്? ആ അമ്മയുടെ അഗാധമായ സ്നേഹവും മനസ്സലിവും വിശ്വാസവും ഉറച്ച വിശ്വാസത്താലുള്ള തന്റെ പ്രവൃത്തിയുമാണ് അവിടെ അത്ഭുതം വെളിവാക്കി. യേശു തന്നെയാണ് പറയുന്നത്, നീ പറഞ്ഞ വാക്കിനാൽ നിന്റെ മകളിന് ഭൂതം വിട്ടുപോയി, അവൾ സൗഖ്യമായിരിക്കും. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മാതാക്കളോട്, അമ്മമാരോട് എനിക്ക് പറയുവാനുള്ളത്, പലരും തൻ്റെ മക്കൾ യുവത്വത്തിൽ പല രീതിയിൽ മദ്യത്തിനും മറ്റ് പല ദുർസ്വഭാവങ്ങൾക്കും അടിമപ്പെട്ട് കരയുന്നവരുണ്ടെങ്കിൽ എനിക്ക് അവരോട് പറയാനുള്ള ഒന്നേ ഉള്ളൂ, നിങ്ങളിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന ശക്തി ദൈവത്തെ പോലും ചലിപ്പിക്കാൻ കഴിവുള്ള ശക്തിയാണ്.
നിങ്ങളുടെ ആ മാതൃത്വത്തിന്റെ സ്നേഹവും ദൈവത്തിലുള്ള ഉറച്ച വിശ്വാസവും ആ വിശ്വാസത്താലുള്ള നിങ്ങളുടെ പ്രഖ്യാപനവും നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾക്ക് അത്ഭുതങ്ങളെ അനുഭവവേദ്യമാക്കുവാൻ കഴിയും. നിങ്ങൾ തന്നെ അത്ഭുതത്തിന് നിറകുടങ്ങളാണ്. ഞാൻ ഈ രണ്ടാമത് പറഞ്ഞ സുറഫനേക്ക സ്ത്രീയുടെ ഈ പ്രവൃത്തി കാരണം യേശു അവിടെ നിന്ന് തന്റെ യാത്ര തുടർന്ന് ഈ ഗലീലിയ കടലിന്റെ കരയിൽ വന്ന് വിശ്രമിക്കുന്ന മലഞ്ചെരുവിൽ യേശു കുന്നിൽ പ്രദേശത്ത് വിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശുവിന്റെ സാമീപ്യം അറിഞ്ഞുകൊണ്ട് അവിടെയുള്ള ചരിത്രകാരന്മാർ പറയുന്നു, അവിടെയുള്ള വിജാതീയരായ ആൾക്കാർ ഒന്നിച്ചുകൂടി. യഹൂദന്മാരല്ല, വിജാതീയരായോ അവിടെ ഒന്നിച്ചുകൂടി യേശു അവരോട് സ്വർഗരാജ്യത്തെ പറ്റിയും ദൈവരാജ്യത്തെ പറ്റിയും ദൈവത്തെ പറ്റിയും സംഭാഷിച്ചുകൊണ്ടിരുന്നു. അനേകം വിടുതലുകൾ ചെയ്തു. പക്ഷേ ഇവിടെ നാം ആദ്യം ഇപ്പോൾ പറഞ്ഞ ആ ഒരു മാതൃത്വം അതിന് കാരണമായി തീർന്നു. യഹൂദന്മാരുടെ ഇടയിലെ പ്രവൃത്തി പൂർത്തിയാകുന്നതിന് മുമ്പ്, സമയത്തിന് മുമ്പ് തന്നെ വിജാതീയരുടെ ഇടയിൽ പ്രവർത്തനത്തിന് യേശുവിനെ തള്ളിവിട്ട പ്രചോദനം തന്ന ഒരു മാതൃത്വം. അത് കാരണം യേശുവിടെ വിജാതീയരുടെ ഇടയിൽ സുവിശേഷം കൂടി 3 ദിവസമായി അവർ യേശുവിനെ കേട്ടുകൊണ്ടിരിക്കുന്നപ്പോൾ സാധാരണ യഹൂദിയ നാടിന്റെ അന്നത്തെ കാലത്തെ സാഹചര്യം അനുസരിച്ച് അവർ പോകുന്നിടത്തൊക്കെയും അപ്പത്തിന്റെ പൊതി, ഭക്ഷണവും വെള്ളവും അവർ കരുതിയിരുന്നു. അവർ കരുതിയിരുന്നതൊക്കെയും 3-ാമത്തെ ദിവസം തീർന്നുപോയി. 3-ാമത്തെ ദിവസമായപ്പോൾ യേശു ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറയുകയാണ്, ഇവരെ ഇങ്ങനെ വിട്ടയക്കുവാൻ എനിക്ക് മനസ്സാകുന്നു. എനിക്ക് ഇവരോട് മനസ്സലിവ് തോന്നും. ഇവർ ദൂരെ നിന്ന് വന്നവരാണ്, ഒരു വഴിയിൽ തളർന്നു പോകും. ഇവിടെ നമുക്ക് ഒന്ന് കാണുവാൻ കഴിയുന്നു, 2 അത്ഭുതങ്ങളെ ഒന്ന് താരതമ്യം ചെയ്ത് മുമ്പോട്ട് ഈ അത്ഭുതത്തിൽ നമുക്ക് എന്ത് വിചിന്തനം ചെയ്യാം. നമുക്ക് അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. 5 അപ്പം കൊണ്ട് യേശു 5000 പേരെ തീറ്റിപ്പോറ്റിയപ്പോൾ ശിഷ്യന്മാർ അവിടെ ഉണ്ടായിരുന്ന യഹൂദൻ ബാലന്റെ കയ്യിലുള്ള അപ്പവും 5 അപ്പവും 2 മീനുമാണ് കൊടുത്തത്. യഹൂദ ഭവനത്തിൽ നിന്ന് വന്ന 5 അപ്പവും മീനും കൊടുത്തു. യേശു അതിനെ സ്തോത്രം ചെയ്ത് നുറുക്കി 5000 പേർക്ക് കൊടുത്തു പോഷിപ്പിച്ചു. 12 കുട്ടകൾ നിറച്ചു. ശിഷ്യന്മാർ 12 ഉണ്ടായിരുന്നു. 12 പേരും നിറഞ്ഞ അപ്പക്കുട്ടകൾ കൊണ്ട് യാത്രയായി. ആ മീറ്റിംഗ് യാത്രയായി. അവർ വള്ളത്തിൽ യേശു അവരെ മുമ്പേ വിട്ടു. യേശു ഇല്ലാതെ കൊണ്ടുള്ള അവരുടെ യാത്ര ദുസ്സഹമായിരുന്നു. കാറും കോളും ആഞ്ഞടിച്ചു കടലിൽ അവർ നിലവിളിക്കുന്നതായി നാം കാണുന്നു. ഈ അത്ഭുതത്തിലേക്ക് നാം വരുമ്പോൾ കാണാം, ഇതേ പ്രവൃത്തി അവർ ചെയ്യുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ യേശു അവരോട് പറയുകയാണ്, നിങ്ങൾ ജനക്കൂട്ടത്തിൽ നല്ല അപ്പം വാങ്ങരുത്. പിന്നെന്താണ്? ശിഷ്യന്മാരോട് യേശു പറയുകയാണ്, നിങ്ങൾ ഇവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കും. ശിഷ്യന്മാരോട് യേശു ചോദിക്കുന്ന ശിഷ്യന്മാർ തങ്ങളുടെ കയ്യിലുള്ള 7 അപ്പം, യഹൂദന്മാരുടെ കയ്യിലുള്ള അപ്പം, യഹൂദന്മാരുടെ അപ്പമാണ് കൊടുക്കുന്നത്. ഇവിടെ യേശു അപ്പം എടുത്തിട്ട് സ്തോത്രം ചെയ്ത് നുറുക്കി ശിഷ്യന്മാരെ തന്നെ ഏൽപ്പിക്കുന്നു. കൊടുത്ത ശിഷ്യന്മാർക്ക് തന്നെ 7 അപ്പം കൊടുത്തവരിൽ 7 അവർക്ക് നുറുക്കി കൊടുക്കുന്നു. ഈ 4000 പേര് വരുന്ന പുരുഷന്മാരും ധാരാളം സ്ത്രീകൾ, എണ്ണിയിട്ടില്ലാത്ത സ്ത്രീകളും കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നവരെ തൃപ്തരാക്കി. ബാക്കി 7 കുട്ടകൾ അവർ ശേഷിപ്പെട്ടു. ശ്രദ്ധിക്കണേ, ആദ്യത്തെ അത്ഭുതത്തിൽ 12 കുട്ടകളായിരുന്നു. ഓരോ ശിഷ്യന്മാർക്ക് ഓരോ കുട്ട വെച്ചതിന് നമുക്ക് ഊഹിക്കാം. ഇവിടെ അത് 7ആയി. എന്തായിരിക്കാം യേശു ഇതുകൊണ്ട് ആഗ്രഹിക്കുന്നത്? ഞാൻ ചിന്തിക്കുന്നത്, യേശുവിന്റെ കൂടെ പണസഞ്ചി സൂക്ഷിക്കുന്ന യൂദാസ് കറിയാത്തോ ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ അടുത്തുകൂടി കാണും. പെട്ടെന്ന് വീതം വെക്കുന്നതിന് വേണ്ടി ഒരെണ്ണം എടുത്ത് യേശുവിന് വേണ്ടി മാറ്റി വെച്ച് കാണും. ബാക്കി 6 ആകുമ്പോൾ ഈസിയായിട്ട് ഒരെണ്ണം 2 ശിഷ്യന്മാർക്ക് വെച്ച് വിധിച്ച് കാണും. ഒരു വട്ടി 2 ശിഷ്യന്മാർക്ക്. യേശു തന്നെ ഈ അത്ഭുതത്തില് ഈ മിച്ചം വന്നതിലും അത്ഭുതം ചെയ്യുകയല്ലേ ചെയ്തത്. നേരത്തെ അവർ ഷെയറിങ് ആൻഡ് കെയറിങ്ങിന് തൽപരമില്ലാത്തവരെ പരസ്പരം ഷെയർ ചെയ്യുന്നതിനും കൂടെയുള്ള അപ്പസ്തോലിനെ കെയർ ചെയ്യുന്നതിനും വരെ പഠിപ്പിക്കുക ചെയ്തു. അത് മാത്രമല്ല, ഒന്ന് നമുക്ക് കാണാൻ കഴിയുന്നു, ആ മീറ്റിംഗ് കഴിഞ്ഞ് അവർ തിരിച്ചു പോകുമ്പോൾ നേരത്തെ 12 കുട്ടികൾ അവരുടെ കുട്ടികൾ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ 7 വട്ടി മിച്ചം വന്നവരുടെ കൈവശം വെറും ഒരൊറ്റ അപ്പമേ ഉള്ളൂ. അവർ തിരിച്ചു പോകുമ്പോൾ ഒറ്റ അപ്പമേ ഉള്ളൂ. യേശു ഇവരോട് കൂടെ പോകുന്നു. നമുക്കിതിൽ നിന്ന് പഠിക്കാം. ഒന്ന്, യഹൂദന്മാരുടെ അപ്പം ജാതികൾക്കും ദൈവം ഞുറുക്കിക്കൊടുത്തു. അവരെയും ദൈവരാജ്യത്തിന് അവകാശികളാക്കി.
എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ജാതീയരായ നാം, യഹൂദ ഗോത്രത്തിൽപ്പെട്ടവരായല്ല നമ്മൾ, എങ്കിൽ തന്നെയും ദൈവത്തെ അറിയുന്നതിനും ദൈവമക്കളായി തീരുള്ള അവകാശം സ്ഥാപിക്കപ്പെട്ട ഒരു മീറ്റിംഗ്, ഒരു അത്ഭുതമായിരുന്നു. യഹൂദന്മാരുടെ അപ്പം എന്ന് പറയുമ്പോൾ ഹീലിംഗ് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു സറഫനീക സ്ത്രീയുടെ കാര്യത്തിൽ. മറ്റൊന്ന് യേശു തന്നെ പറയുന്നു, ഞാൻ സ്വർഗത്തിൽ നിന്ന് വന്ന ജീവനുള്ള അപ്പമാകും, എന്നെ ഭക്ഷിക്കുന്നവൻ മൂലം ജീവിക്കുന്നു. അപ്പവും വീഞ്ഞ് നാം സക്രാരിയിൽ പരിശുദ്ധ കുർബാനയിൽ നാം സ്വീകരിക്കുന്നു. വീഞ്ഞിനെ എന്താണ് സൂചിപ്പിക്കുന്നത്? യേശുവിന്റെ രക്തവും ശരീരമാകുന്നുവെങ്കിലും വീഞ്ഞിനൊരു പ്രത്യേകതയുണ്ട്. വീഞ്ഞെപ്പോഴും അതിൽ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഓൺഗോയിങ് പ്രോസസ്സാണ് വീഞ്ഞ്. വീഞ്ഞിന്റെ വീര്യം കൂടിക്കൊണ്ടിരിക്കുന്നു. വീഞ്ഞ് എത്ര നാൾ ഇരിക്കുന്നുവോ അത്രയും നാൾ അതിന്റെ വീര്യം കൂടിയതേയുള്ളൂ, കുറേയില്ല. നമ്മളെ എന്താണ് ഇത് പഠിപ്പിക്കുന്നത്? നാം വിശ്വാസ ജീവിതത്തിലായിരിക്കുമ്പോൾ നമ്മുടെ ഓരോ ദിനവും വീഞ്ഞിനെ പോലെ വീര്യമുള്ളവരായിരിക്കണം. വിശ്വാസത്തിൽ വീര്യമുള്ളവരായി തീരുവാനാണ് നമുക്ക് ആഗ്രഹം. നമ്മുടെ ഈ കഥകളൊക്കെയും ഈ സംഭവങ്ങളൊക്കെയും നമ്മെ വിളിച്ചു പോകും. ഇനി നമുക്ക് ഇന്നത്തെ ചിന്തയുടെ അവസാന ഭാഗത്തിലേക്ക് കടക്കുമ്പോൾ നിങ്ങളോടൊപ്പം ഞാൻ പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, യേശു തന്റെ അപ്പസ്തോലന്മാരായ 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തപ്പോൾ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. യേശുവിനോടൊപ്പമായിരിക്കാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും രോഗികളെ സൗഖ്യമാക്കുവാനും തന്റെ സുവിശേഷം ലോകമിട്ട് അറിയിക്കുവാനും വേണ്ടി അവരെ തിരഞ്ഞെടുത്തു. ഇന്ന് യേശുവിന്റെ ശിഷ്യനാകാൻ ആഗ്രഹിക്കുന്ന നാം ഓരോരുത്തർക്കും ചില ദൗത്യമുണ്ട്. ഈ കഥയിലൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? യേശു എന്താണ് നമ്മളോട് വിളിച്ചു പോകുന്നത്? 7 അപ്പവും കൊണ്ട് 4000 പേരെ തീപ്പോറ്റി 7 വട്ടി ശേഷിപ്പ് നിറച്ച ഈ അത്ഭുതത്തിൽ നമുക്ക് എന്താണ് പഠിക്കാനുള്ളത്? ഈ നോമ്പിന്റെ കാലയളവിലൂടെ നാം കടന്നു പോകുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് പഠിക്കാനുള്ള ഒന്നാമത്തെ പാഠം യേശു നമ്മളെ പഠിപ്പിക്കുകയാണ്. യേശു ആഗ്രഹിക്കുന്ന നാം ഓരോരുത്തരും യേശുവിനോട് കൂടെ, ദൈവത്തോട് കൂടെ ആയിരിക്കണം. ശിഷ്യന്മാർ യേശുവിനോട് കൂടെ ആയിരുന്നു തന്റെ ശുശ്രൂഷയുടെ സമയത്ത്. ഒന്ന്, കൂടെ ആയിരിക്കണം. നോമ്പിന്റെ ഉപവാസത്തിന്റെ കാലം, ഉപവാസം എന്ന് പറയുമ്പോൾ ദൈവത്തോട് കൂടി വസിക്കുന്ന കാലമാണ്. ഈ നോമ്പുകാലം നാം അങ്ങനെ ദൈവത്തോട് കൂടെ ആയിരിക്കാൻ ശ്രദ്ധിക്കാം. രണ്ടാമതായിട്ട് യേശു ആഗ്രഹിക്കുന്നുണ്ട് ദൈവത്തിന്റെ സ്വരം നാം കേൾക്കുന്നവരായി. യേശു അവിടെ ഒരു വിഷയമുണ്ടായി. തന്നെ കേട്ടുകൊണ്ടിരുന്ന ആ സമൂഹത്തിന് വിശപ്പും ദാഹമുണ്ടെന്ന് യേശു അറിഞ്ഞു, മനസ്സിലാക്കി. മനസ്സിൽ അലിവുണ്ടായി. പക്ഷെ ശിഷ്യന്മാർക്ക് അതുണ്ടായില്ല. യേശു അവരെ പഠിപ്പിക്കുകയാണ്. എന്താണ്? യേശു അവരെ വിളിക്കുകയാണ്. ശിഷ്യന്മാരെ വിളിച്ച് തന്റെ അടുത്തേക്ക് വിളിച്ചിട്ട് രണ്ടാമതായിട്ട് യേശു അവരെ വിളിക്കുന്നു. നാം ദൈവത്തിന്റെ വിളി കേൾക്കാൻ തയ്യാറുണ്ടോ? ദൈവവചനവും അനുസരിച്ച് ഈ ഉപവാസ കാലയളവിൽ ദൈവത്തോട് അടുത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ദൈവത്തിന്റെ വിളി, ദൈവം നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇനി ദൈവം എന്താണ് നമ്മളോട് സംസാരിക്കുന്നത്? മൂന്നാമത്തെ നമ്മുടെ ഇന്നത്തെ ചിന്തയുടെ ഭാഗമാണ് ദൈവം എന്താണ് സംസാരിക്കുന്നത്. ദൈവത്തിന്റെ പ്രത്യേകത, ദൈവം നമ്മുടെ പിതാവും നാം അവന്റെ മക്കളുമാണ്. ഒരപ്പൻ മക്കളോട് സംസാരിക്കുന്ന അതേ ഭാഷയിൽ തന്നെ ദൈവം തന്റെ ഹൃദയം തുറന്ന് മനസ്സിലെ ആഗ്രഹമാണ് നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മെ ആ ഒരു രൂപത്തിൽ പാകപ്പെടുത്തിയെടുക്കുവാനാണ് ദൈവം ഈ ഉപവാസത്തിന്റെ അഥവാ ഈ ലെന്റിന്റെ കാലയളവിൽ സഭ നമ്മളിലൂടെ ആഗ്രഹിക്കുന്നത്, സഭ ആഗ്രഹിക്കുന്നത്. ഇവിടെ എന്താണ്? യേശു തന്റെ ഹൃദയം തുറന്ന് ശിഷ്യന്മാരോട് പറയുകയാണ്, എനിക്ക് ജനത്തോട് മനസ്സലിവ് തോന്നുന്നു. നമ്മളോട് ഇത് തന്നെയാണ് ഈ ഉപവാസത്തിന്റെ കാലയളവിൽ ദൈവം പറയുന്നത്. എനിക്ക് നിങ്ങളോട് മനസ്സലിവ് തോന്നുന്ന പോലെ തന്നെ ലോകത്തിലെ മുഴുവൻ മാനവജാതിയോടും മനസ്സലിവ് തോന്നുന്നു. കാരണം ഇവർ എന്റെ സൃഷ്ടിയാകും, എന്റെ മക്കളാകും. നമ്മുടെ സഹോദരങ്ങളോട് കരുണ കാണിപ്പാനായിട്ട് ദൈവം വിളിച്ചോതുകയാണ്. നാം ഉപവാസത്തിൽ നമ്മുടെ ഒരു നേരത്തെ ഭക്ഷണം ഉപേക്ഷിച്ച് നോമ്പിലൂടെ കടന്നു പോകുമെങ്കിൽ ആ ഭക്ഷണത്തിന്റെ തുക വിശന്നും ദാഹിച്ചും അലയുന്നവർക്ക്, ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ അലയുന്നവർക്ക് കൊടുക്കുവാൻ കഴിഞ്ഞാൽ അത് ദൈവത്തിന് നാം ദാനം ചെയ്തു, ദൈവത്തിന് നാം കടം കൊടുക്കുന്നത് പോലെയാണ്. ഓൺ ബിഹാഫ് ഓഫ് ഗോഡ് നാം തന്നെ ദൈവമായി മാറുകയാണ്. നമ്മളുള്ള ദൈവത്വം അതിന്റെ പ്രവൃത്തിയായി വെളിപ്പെടുകയാണ് ചെയ്യുന്നത്.
അതിനുവേണ്ടിയാണ് യേശു ശിഷ്യന്മാരെ വിളിച്ചിട്ട് മൂന്നാമതായിട്ട് ദൈവം ഹൃദയം തുറക്കുകയാണ്. എനിക്ക് ഇവരോട് മനസ്സിൽ വിടൂ. എന്നിട്ട് യേശു പറയുകയാണ്, യേശു പറയുന്ന കാര്യങ്ങൾ നാം കേൾക്കുവാൻ തയ്യാറായാൽ യേശു നമ്മുടെ ആഗ്രഹം അറിയുവാൻ. ഇവിടെ നിൽക്കുന്ന യേശുവിനെ നാം ഒന്ന് നോക്കുക. 40 ലക്ഷം പേർക്ക്, ഇസ്രായേൽ മക്കൾക്ക് 40 വർഷത്തോളം സ്വർഗത്തിൽ നിന്നും മന്ന പൊഴിച്ചു കൊടുത്തവനാണ്. കാടപ്പഴിച്ചു കൊടുത്ത ദൈവമാണ്. തന്നെ കൊണ്ട് അസാധ്യമായ കാര്യമല്ല. പക്ഷേ എങ്കിലും ദൈവമായി ആഗ്രഹിക്കുന്ന തന്റെ ശിഷ്യന്മാരിലൂടെ ഇത് ചെയ്യണമെന്നാണ്. ഇന്നും ദൈവത്തിന്റെ പ്രവൃത്തികൾ ലോകത്തിൽ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിലൂടെയും എന്നിലൂടെയും. നാമാണ് ദൈവങ്ങളായി, ദൈവത്തിന്റെ മക്കളായി പ്രവർത്തിച്ച് ദൈവത്തെ വെളിപ്പെടുത്തേണ്ടത്. അപ്പോൾ യേശു ഇവരോട് സംസാരിക്കുന്നു. ദൈവത്തിന്റെ പ്രത്യേകത, ദൈവം ഒരിക്കലും മോണോലോഗ് ഇഷ്ടപ്പെടുന്നില്ല. റേഡിയോയിലും ടിവിയിലും ഒക്കെ നാം കേൾക്കാറുണ്ട്, അവിടെ പ്രക്ഷേപണങ്ങൾ ഒരിടത്ത് മാത്രം അവിടുന്ന് പ്രസംഗിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ ദൈവത്തിന്റെ പ്രത്യേകത, ദൈവം ഡയലോഗാണ്. യേശു ശിഷ്യന്മാരോട് സംസാരിക്കുക, അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഇവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കുക. അപ്പോൾ അവർ ശിഷ്യന്മാർ പറയുകയാണ്, കർത്താവേ, ഇത് മരുഭൂമിയാണ്. ഈ മരുഭൂമിയിൽ ഇത്രയും പേർക്ക് ഭക്ഷിപ്പാനായിട്ട് എവിടുന്ന് ഞങ്ങൾ ആഹാരം കൊടുക്കും? എവിടുന്ന് പറ്റും? ഇസ് ഇറ്റ് പോസിബിൾ? അന്നത്തെ കാലത്ത് ഇതുപോലുള്ള വലിയ ഡാബുകളും ഹോട്ടലുകളും ഫെസിലിറ്റീസും അതുപോലെ തന്നെ മറ്റ് അറേഞ്ച്മെന്റുകളൊന്നും ഇല്ലാത്ത അവസ്ഥ. അസംഭവ്യമായ കാര്യം. ഇതിൽ നമുക്കൊന്നും മനസ്സിലാക്കുവാൻ കഴിയുന്നു. നമ്മുടെ ജീവിതത്തില്, നമ്മുടെ സമൂഹത്തില്, നമ്മുടെ സഭകളിൽ അസംഭവ്യമായ കാര്യങ്ങളെ നാം നേരിടുമ്പോൾ നാം നമ്മുടെ വ്യക്തിത്വത്തിൽ, നമ്മുടെ ഈഗോയിൽ നിൽക്കാതെ ആ വിഷയവുമായി നമ്മുടെ കയ്യിലുള്ള പരിഹാരവുമായി ദൈവത്തിന്റെ സ്ഥിതിയിൽ ചെന്നാൽ അതിനെ നുറുക്കി ആ പരിഹാരത്തെ എന്നേക്കുമായി മാറ്റുവാൻ സർവശക്തനായ ദൈവം നമ്മോട് കൂടെയുണ്ട്. അപ്പോൾ യേശു ഇവരോട് ചോദിക്കുന്നു, നിങ്ങളുടെ പക്കൽ എത്രയാണ്? നാം ഓരോരുത്തരും നമ്മുടെ പക്കലുള്ള നമുക്ക് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടിയും സ്വരൂപിക്കുന്നവരാണ്. മറ്റുള്ളവരുടെ ദുഃഖത്തിൽ അതിൽ പങ്കുചേരുവാൻ നമുക്ക് തീരെ ആഗ്രഹമില്ല. ക്രിസ്തു എന്താണ് പഠിപ്പിക്കുന്നത്? ഷെയറിങ് ആൻഡ് കെയറിങ്. അതിലേക്കാണ് ഇവിടെ നമ്മളെ ചൂണ്ടുന്നത്. പറയാണ്, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? 3000 പേരുണ്ട്, പുരുഷന്മാർ തന്നെ 4000 പേരുണ്ട്, സ്ത്രീകളും കുഞ്ഞുങ്ങളുമുണ്ട്. പക്ഷെ നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? അതാണ് എനിക്ക് വേണ്ടത്. യഹൂദന്മാരുടെ കയ്യിലുണ്ടായിരുന്നു, തന്റെ ജനമെന്ന് അഹങ്കരിച്ചിരുന്ന അവരുടെ കയ്യിലുണ്ടായിരുന്ന അപ്പം, ആ 7 അപ്പം. അപ്പോൾ ശിഷ്യന്മാർ തങ്ങളുടെ കയ്യിൽ 7 അപ്പം ഉണ്ടെന്ന് പറഞ്ഞു കൊടുത്തു. നാം കൊടുക്കുവാൻ തയ്യാറാണ്. നാം പലപ്പോഴും ദൈവം ചോദിക്കുമ്പോൾ പറയാറുണ്ട്, ദൈവമേ, ഞാനോ കീടമാകുന്നു, ഒഴിവാകുന്നു, എനിക്കൊന്നുമില്ല, എന്റെ കുടുംബം പോറ്റാൻ എനിക്ക് നിവൃത്തിയില്ല. പല പല വിഷയങ്ങളാണ് നമുക്കുള്ളത്. പക്ഷെ ദൈവം പറയുന്നത് എന്താണ്? ഐ ഹാവ് ഓൾറെഡി ഡിപ്പോസിറ്റഡ് വിത്തിൻ യു. നിന്റെ ഉള്ളിൽ തന്നെ ഈ ലോകത്തിന് വേണ്ടതും നിനക്ക് വേണ്ടതും ഞാൻ നിക്ഷേപിച്ചിരിക്കുകയാണ്. ക്രിസ്തു നമ്മളോട് പറയുന്നത് എന്താണ്? നിങ്ങൾ ലോകത്തിന്റെ ഉപ്പാകുന്നു. ഉപ്പ് കിൻഡൽ കണക്കൊന്നും വേണ്ട, ടെണ്ണ് കണക്കൊന്നും വേണ്ട, ഒരു നുള്ളു മതി. എ പിഞ്ച് ഓഫ് സാൾട്ട്, ഒരു നുള്ളു ഉപ്പ് മതി രുചി നൽകാൻ. നമ്മളിൽ ദൈവം ആഗ്രഹിക്കുന്നത് തന്നെയാണ്. അതേപോലെ നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകും. വിളക്ക് കത്തിച്ചാരും പറയുടെ കീഴിലല്ല പിന്നെയോ തണ്ടിൽ മേൽ വെക്കും. ആ വിളക്കിന്റെ പ്രകാശം എല്ലാവരും അനുഭവിക്കാം. ഇത് തന്നെയാണ് ക്രിസ്തു യേശുവിന്റെ അപ്പോസ്തലന്മാർ അവരുടെ പക്കലുള്ള അപ്പം കൊടുത്തപ്പോൾ യേശു അപ്പത്തെ വാഴ്ത്തി നുറുക്കി അവരുടെ കയ്യിൽ തന്നെ തിരിച്ചു നൽകി. യേശു ആഗ്രഹിക്കുന്ന ശിഷ്യരുടെ തന്നെയാണ് ഈ അത്ഭുതം നൽകേണ്ടത്. അവര് തന്നെ ഇത് ഹാൻഡിൽ ചെയ്യുക. അവർക്ക് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കൊടുക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലും അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും പ്രശ്നങ്ങളുടെ മേൽ സൊല്യൂഷൻ കണ്ടെത്തുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളിൽ തന്നെ ദൈവം സ്വരൂപം നിക്ഷേപിച്ചിട്ടുണ്ട്. അതിനെ ദൈവസ്ഥനിൽ സമർപ്പിക്കാൻ തയ്യാറായ ദൈവം അതിനെ ബ്ലെസ് ചെയ്ത് നമ്മുടെ കയ്യിൽ തന്നെ തിരിച്ച് നമ്മുടെ കരങ്ങളിലൂടെ ഈ ലോകത്തിന് വേണ്ടുന്നത് ദൈവം കൽപ്പിച്ചാക്കുവാൻ ശക്തനാണ്. നമുക്ക് വേണ്ടുന്നത് ഉറച്ച വിശ്വാസമാണ്. അസ്വറഫനിക്ക് ആ സ്ത്രീയിലുണ്ടായ വിശ്വാസം, പരിശുദ്ധ അമ്മയിലുണ്ടായ വിശ്വാസം, അതിന്റെ പ്രവൃത്തി നമ്മുടെ വാക്കുകളിലൂടെ, ചിന്തകളിലൂടെ, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുടെ പുറത്തു വരുന്ന നിമിഷം അത്ഭുതമായി മാറും. ഇനി മറ്റൊന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ശിഷ്യന്മാർ തങ്ങളുടെ പക്കൽ ഉണ്ടായിരുന്ന 7 അപ്പം കൊടുത്തപ്പോൾ തിരിച്ചു കിട്ടിയത് 7 വട്ടിയാണ്. പല മടങ്ങായിട്ട് അവർ തിരിച്ചു കിട്ടി. അവർ സന്തോഷിച്ചു. പക്ഷെങ്കിൽ ഒരു കാര്യം ഞാൻ പറയട്ടെ,
ആ സന്തോഷത്തെക്കാൾ ഉപരിയായി അവർക്കൊരു ത്യാഗ മനോഭാവം അവരുടെ ഉള്ളിൽ ജനിച്ചു. കാരണം ഇവരിൽ ഉണ്ടായിരുന്ന 7 അപ്പം ഈ 4000 പേർക്ക് മുറിച്ചു കൊടുത്ത് തൃപ്തിപ്പെടുത്തിയപ്പോൾ, അത്രയും നാൾ അത്ഭുതം അടയാളവും കണ്ടിരുന്നവർ പിന്മാറി നിന്നപ്പോൾ ഇന്ന് കണ്ട അടയാളത്തിൽ അവരുടെ ഹൃദയങ്ങളിൽ ഒരു നുറുക്കലുണ്ടായി. ത്യാഗ മനോഭാവം ഉതിർന്നു. ഇന്ന് പണ്ട് 12 കുട്ട നിറച്ചു പോയവർ ഇന്ന് അവർ വള്ളത്തിൽ തിരിച്ചു പോകുമ്പോൾ വെറും ഒരപ്പം മാത്രമാണ് ഉള്ളതെന്ന് നമുക്ക് തുടർന്ന് വായിക്കുമ്പോൾ കാണുവാൻ കഴിയും. പക്ഷെങ്കിൽ വിലമതിക്കാനാവാത്ത ഒന്നവർ അവരെ കൂടെ കൂട്ടി. അതാണ് കർത്താവായ യേശു, സർവശക്തനായ ദൈവത്തെ. അവർ തിരിച്ചു പോകുമ്പോൾ വള്ളത്തിൽ യേശു ഒപ്പമുണ്ടായിരുന്നു. പക്ഷെങ്കിൽ അപ്പം ഒന്നുണ്ടായിരുന്നു. അപ്പം ഈ ലോകത്തിന്റെ ധനം പലതും ആകാം. അവർക്ക് കിട്ടി. ഞാൻ പറഞ്ഞല്ലോ, 7 വട്ടി നിറച്ചു പോകുന്ന യേശുവിനെ മാറ്റി 6 ഉണ്ടായിരുന്നു. അരവട്ടി വീതം ഓരോരുത്തർക്കും ഉണ്ടായിരുന്നു. പക്ഷെ തിരിച്ചു പോകുമ്പോൾ ഒറ്റ അപ്പമേ ഉള്ളൂ എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പത്തോടുള്ള അവരുടെ ആർത്തി മാറി. ത്യാഗ മനോഭാവം, ഷെയറിങ് ആൻഡ് കെയറിങ് അവരുടെ ഉള്ളിൽ വന്നു. പ്രിയരെ, ഇന്ന് സർവശക്തനായ ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്ന ഇതാണ്. നമുക്ക് ഷെയറിങ്ങും കെയറിങ്ങും മനോഭാവം, മറ്റുള്ളവരെ ക്ഷമിക്കാനും കരുതാനുമുള്ള ഒരു മനോഭാവം, ത്യാഗ മനോഭാവം. ഇതാണ് ക്രിസ്തു ആഗ്രഹിക്കുന്നത്. അപ്പോൾ എന്താണ്? ക്രിസ്തു നമ്മുടെ കൂടെ വരും. ദൈവം നമ്മുടെ കൂടെ സഞ്ചരിക്കും. ഒരപ്പത്തിന്റെ അംശികളായി ആ 12 ശിഷ്യന്മാരും തീരുമാനിക്കുകയാകും. ഇന്ന് ക്രിസ്തു തന്റെ സഭയോടും നാം ഓരോരുത്തരോടും പറയുന്നത് ഇതാണ്: നിങ്ങൾ ഒരപ്പത്തിന്റെ അംശികളാകും. ദൈവത്തെ കൂടെ കൊണ്ടു നടക്കുന്നവരാകും. അവരുടെ ഈ യാത്ര വളരെ സന്തോഷവും സമാധാനമുള്ള യാത്രയായി തീരുന്നതായി കാണുന്നു. അങ്ങനെയുണ്ടെങ്കിൽ നാം എന്ന് ചിന്തിച്ചുവല്ലോ, ഇതേ രീതിയിൽ ദൈവത്തോട് നാം ഈ ഉപവാസത്തിന്റെ അവസരത്തിൽ ഈ നോമ്പ് കാലയളവിൽ അടുത്തു വന്നു കഴിഞ്ഞാൽ, ഒരിക്കലും സൊല്യൂഷൻ ഇല്ല എന്ന് പറഞ്ഞ് നമ്മളെ അലട്ടിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങളുമേൽ ദൈവം നമ്മുടെ ഉള്ളിൽ ആക്കി വെച്ചിരിക്കുന്ന സൊല്യൂഷനുമായി അതിനുമേൽ ജയം കണ്ടെത്തി സ്വസ്ഥതയും സമാധാനവും എന്നേക്കും ദൈവത്തെ കൂടെ കൊണ്ടു നടക്കുന്നവരായി നമുക്ക് മുമ്പോട്ട് പോകുവാൻ കഴിയും. അങ്ങനെ ഈ 50 നോമ്പിന്റെ കാലയളവ് നമുക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും സഭയ്ക്കും സമൂഹത്തിനും ലോകത്തിനും സ്വസ്ഥതയും സമാധാനവും നൽകുന്നവരായി നമ്മെ തന്നെ മാറ്റുവാൻ ഇടയാക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ തന്നെ നിങ്ങളെ ഓരോരുത്തരെയും ആശംസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ചെയ്യട്ടെ. ദൈവത്തിന്റെ കൃപ നിങ്ങൾ ഓരോരുത്തരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ. എനിക്ക് ഇന്ന് നിങ്ങളുമായി ഈ മെഡിറ്റേഷൻ ചിന്തയിലേക്ക് വരുവാനായി എനിക്ക് അവസരം തന്ന ഗ്ലോറിയസ് ഗ്രൂപ്പിന്റെ എല്ലാ ഭാരവാഹികളോടും പ്രത്യുത ശിവചാനോടുമുള്ള അകമഴിഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. അതുപോലെ ഗ്ലോറിയസിന്റെ എല്ലാ സന്തത സഹചാരികളോടും എന്നെ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിന്റെ നാനാഭാഗത്തിലുള്ള എല്ലാവരോടുമുള്ള ദൈവനാമത്തിലുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹപ്രദമായ ഒരു നോമ്പുകാലം എല്ലാവർക്കും ആശംസിക്കുന്നു.